അപ്പോൾ റിലീസായി 3 ദിവസം കഴിഞ്ഞു. ഇന്നലെയൊക്കെ ആദ്യത്തെ ദിവസം നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. പിന്നീട് 1-2 ചെറിയ നെഗറ്റീവ് കമൻറ്റുകൾ ഒക്കെ വന്നതിന് പേരിൽ ഒന്ന് ഡൗൺ ആയെങ്കിലും പക്ഷേ ഇന്നലെ വൈകിട്ട് തൊട്ട് ആളുകൾ കയറി തുടങ്ങി. ഇന്നലെ 1-2 ഹൗസ്ഫുൾ ഷോസ് കിട്ടി. ഞങ്ങളിപ്പം രാവിലെ വരുന്ന വഴിക്കാണ് ഞങ്ങളത് അറിഞ്ഞത്. 2-3 ഹൗസ്ഫുൾ ഷോസ് ഞങ്ങൾ എന്താ പറയുക സിനിമ പിക്കപ്പ് ചെയ്തത്. വേർഡ് ഓഫ് മൗത്ത് എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ ഒരു പവർ. ഒരുപാട് പേര് വിളിച്ച് ഞങ്ങൾ ഫസ്റ്റ് ഡേ ഷോ കഴിഞ്ഞപ്പോൾ എല്ലാ തിയേറ്റേഴ്സിൽ നിന്നും തിയേറ്റർ ഓണേഴ്സ് നമ്മളെ വിളിച്ച് പറഞ്ഞു അവരോട് പ്രൊമോഷൻ ചെയ്യണം, സിനിമ നല്ലതാണ്, കയറി വരും എന്ന് പറഞ്ഞു. അപ്പം ചില നെഗറ്റീവ് അതായത് കുറച്ച് പേര് എന്താ ഡീഗ്രേഡിങ് പോലെ 1-2 ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് വന്നു. പക്ഷേ കൂടുതൽ നമുക്കറിയാലോ നമ്മളുടെ സമൂഹത്തിൽ പ്രചരിക്കുന്നത് നെഗറ്റീവ് പബ്ലിസിറ്റിയാണല്ലോ കൂടുതലായിട്ട് പ്രചരിക്കുന്നത്. അപ്പം അതിൻ്റെ പേരിൽ ഒന്ന് ഡൗൺ ആയെങ്കിലും പക്ഷേ ഒരുപാട് പേര് ഞങ്ങൾ പിന്നെ അതിനുശേഷം തിയേറ്ററിൽ പോയപ്പോഴൊക്കെ ആൾക്കാർ പറഞ്ഞത് ഞങ്ങൾ നല്ലതാണെന്ന് കേട്ടറിഞ്ഞ് വന്നവരാണ് എന്ന് പറഞ്ഞു. അവരുടെ എണ്ണം ഇന്നലെ വൈകുന്നേരത്തോടെ കൂടി 2-3 ഹൗസ്ഫുൾ ഷോസ് വന്നു. അപ്പം വളരെ സന്തോഷം. സിനിമ വിജയകരമായി. അത് വേർഡ് ഓഫ് മൗത്ത് എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ ഒരു ശക്തി ഞങ്ങൾ തിരിച്ചറിഞ്ഞ് അതിൻ്റെ സന്തോഷത്തിലാണ് രാവിലെ ഇങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് വന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ സിനിമയെക്കുറിച്ച് 4 പേരോട് പറയണം. ഞങ്ങളുടെ ഒരു ചെറിയ സിനിമയാണ്. ഇപ്പം ഞങ്ങളൊരു ദുരവസ്ഥ എന്ന് പറയുന്നത് ഇതൊരു ചെറിയ ബഡ്ജറ്റിലെടുത്തതും ഇതിൻ്റെ ഒപ്പം വന്ന സിനിമ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും മുടക്കിയ ഒരു സിനിമയാണ്. വെറും 2,600 കോടി മുടക്കിയ ഒരു സിനിമയുടെ കൊണ്ടാണ് ഞങ്ങൾ അവരുടെ ഗ്രാഫിക്സ് ഇതിൻ്റെ പുറത്ത് ഞങ്ങൾക്കും ഒരു ഗ്രാഫിക്സ് നിങ്ങൾ കണ്ടെങ്കിൽ അറിയാം, ഒരു ഗ്രാഫിക്സിൻ്റെ ഒരു പോർഷനുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ചെറിയൊരു ബഡ്ജറ്റിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ സാധനം വെച്ച് ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ചെയ്തു. പക്ഷേ ആൾക്കാർ ഞങ്ങളെ വിലയിരുത്തുന്നത് 600 കോടി മുടക്കിയ വലിയ സിനിമയോട് ഒപ്പമാണ്. പക്ഷേ എന്നിട്ടും ആൾക്കാർക്ക് എല്ലാവർക്കും കണ്ടവർക്കൊക്കെ, അതായത് യഥാർത്ഥത്തിൽ സിനിമ തിയേറ്ററിൽ പോയി കണ്ടവരിൽ മിക്കവർക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഫീഡ്ബാക്ക് കിട്ടുന്നത്. കാരണം എനിക്ക് പരിചയമില്ലാത്ത എത്രയോ ആൾക്കാർ എന്നെ വിളിച്ച് മെസ്സേജ് അയക്കുകയും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കുകയും സിനിമ നല്ലതാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വളരെ സന്തോഷം. സിനിമ തിയേറ്ററിൽ ഇന്നലെ 2 ഹൗസ്ഫുൾ ഷോസ് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ ബാക്കി പ്രൊഡ്യൂസർ. നമസ്കാരം. ഈ പടത്തിൻ്റെ നിർമ്മാതാവ് എന്ന നിലയിൽ ഒരുപാട് സന്തോഷത്തിലാണ് ഞാനിപ്പോൾ. കാരണം ഡയറക്ടർ സാറ് പറഞ്ഞതുപോലെ തന്നെ തുടക്കം ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ ചെയ്ത് എന്താ പറയുക, ഒരു ചെറിയ ബഡ്ജറ്റ് എന്നതിലുപരി ഞങ്ങൾക്ക് ഞങ്ങൾ ഏതാണ്ട് സെറ്റെല്ലാം ഇട്ട് കഴിഞ്ഞ്, കാസർഗോഡ് സെറ്റ് ബാങ്ക് എല്ലാം ഇട്ട് കഴിഞ്ഞ് ഞങ്ങൾ ഷൂട്ടിങ് തുടങ്ങാനിരിക്കുകയാണ് പെട്ടെന്നൊരു ലോക്ക്ഡൗൺ ഉണ്ടാകുക. അപ്പോൾ ഞങ്ങൾക്ക് അതെല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്തേക്ക് തിരിച്ചു കയറി പോകേണ്ട വന്നു. വീണ്ടും 5-6 മാസങ്ങൾക്ക് ശേഷം എല്ലാം തുരുക്കുട്ടി വന്നപ്പോൾ ഞങ്ങളുടെ സെറ്റെല്ലാം അവിടെ നശിച്ചു പോയിരുന്നു. അപ്പോൾ വീണ്ടും പ്രൊഡക്ഷൻ കോസ്റ്റുകൾ എല്ലാ തരത്തിലും ഞങ്ങൾക്ക് ഒരുപാട് എക്സ്ട്രാ ബേർഡൻസ് വന്നിരുന്നു. അപ്പോൾ ഈ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് ഏറ്റവും മനോഹരമായ രീതിയിൽ ആ കഥയെ അമർവാളികളിൽ കൊണ്ടുവരാനായിട്ട് ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു സന്തോഷം തരുന്ന കാര്യമാണ്. പക്ഷേ ഡയറക്ടർ പറഞ്ഞതുപോലെ തന്നെ വളരെ ചുരുക്കം 1-2 ആൾക്കാരിൽ നിന്ന് വന്ന ഡിഗ്രേഡിങ് ഞങ്ങളെ ബാധിച്ചോ എന്ന് ഞങ്ങൾ സംശയിച്ചിരുന്നു. പക്ഷേ ഇന്നലെ ഈ പറഞ്ഞതുപോലെ ഹൗസ്ഫുൾ ഷോസ് നടക്കുന്നത് കണ്ടിട്ട് അതിൻ്റെ ഫോട്ടോഗ്രാഫ്സ് അയച്ചു തരുന്നത് കണ്ടിട്ട് ടിക്കറ്റ് കിട്ടാതെ ആൾക്കാർ തിരിച്ചു പോയി എന്ന് പറയുന്ന ആ ഒരു സന്തോഷമൊക്കെ ഞങ്ങളെ അറിയിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരിയേറെ എന്താ പറയണേ, ഞങ്ങളുടെ പ്രയത്നങ്ങൾ വിജയിച്ചു എന്നൊരു ഫീലിംഗ് ഞങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. കാരണം സാധാരണക്കാരായ മനുഷ്യർക്കും സിനിമ വിദൂരമായൊരു സ്വപ്നമല്ല എന്ന് തെളിയിക്കുക എന്നുള്ളതാണ്. ഞാനൊരു സാധാരണക്കാരനായ മനുഷ്യനാണ്. എനിക്കൊരു സിനിമ ചെയ്യാൻ സാധിച്ചാൽ ഇത് മറ്റു പലർക്കും ഒരു പ്രചോദനമാകും. അത് നമുക്ക് ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ, സിനിമയുടെ ടെക്നിക്കൽ സൈഡുകൾ ചെയ്യാൻ ഒക്കെ കഴിവുകൾ ഏറെയുള്ള ഒരുപാട് പേര് ചാൻസുകളൊന്നും കിട്ടാതെ അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ സിനിമ സമർപ്പിക്കുന്നത്. കാരണം എന്നെപ്പോലൊരു സാധാരണക്കാരനായ മനുഷ്യന് ഒരു സിനിമ നിർമ്മിക്കാൻ സാധിച്ചാൽ ഇത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ്. നല്ല സ്ക്രിപ്റ്റുകൾ, നല്ല കഥകളുണ്ടെങ്കിൽ നല്ല സിനിമകളുണ്ടാവും. ഇവരൊക്കെ എന്താ പറയണേ, എല്ലാവരും ഒരു കൂട്ടായ്മയുടെ ഫലമാണ് ഈ സിനിമ. ഞാൻ, നവീന്, പ്രശാന്ത് അലക്സാണ്ടർ, സഞ്ജു, പിന്നെ സ്ക്രിപ്റ്റേഴ്സായിട്ടുള്ള പ്രശാന്ത്, ഹരി,
ഞങ്ങൾ കുറേ പേരുടെ ഒരു കൂട്ടായ്മയാണ് ഈ സിനിമ. അല്ലാതെ ഒരു സിനിമ ഈ ലൂസിഫറോ എമ്പുരാനോ ഒന്നും പോലെ അങ്ങനെ സംഭവിച്ച ഒരു സിനിമയല്ല. ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഒരു നല്ല കാര്യം, ഒരു നല്ല പ്രൊഡക്റ്റ് സമൂഹത്തിന് മുമ്പിൽ വെക്കണം എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. അത് സാധിച്ചു വന്നതിൽ ഞങ്ങൾ തീർത്തും കൃതാർത്ഥരാണ്. പിന്നെ പറഞ്ഞതുപോലെ ഇത് വലിയ അവകാശവാദങ്ങളൊന്നും ഞങ്ങൾക്ക് സമർപ്പിക്കാനില്ല. നിങ്ങളെല്ലാവരും ഇത് തിയേറ്ററിൽ തന്നെ പോയി ഇരുന്ന് കാണുക, അതിൻ്റേതായ പരിമിതികൾ ഉൾക്കൊണ്ടുകൊണ്ട് കാണുക. അത്രമാത്രം സന്തോഷം. താങ്ക്സ്. നമസ്കാരം. പറയാനുള്ള കാര്യങ്ങൾ ഡയറക്ടറും പ്രൊഡ്യൂസറും പറഞ്ഞു. ഒരു നമ്മൾ ഏതാനും ഒരു നല്ലൊരു മികച്ചൊരു സബ്ജക്റ്റ്. അത് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ ഒരു വാർത്ത ഇവിടെ വായിച്ചൊരു ഓർമ്മയുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് നവീൻ ഇങ്ങനൊരു സബ്ജക്റ്റ് പറയുന്നതും അത് ഭയങ്കര രസകരമായിട്ട് തോന്നി. ആരോട് പറഞ്ഞാലും ആൾക്കാർ കൺവിൻസ്ഡ് ആവുന്ന ഒരു പ്ലോട്ടാണ്. അപ്പോൾ ഒരു നല്ലൊരു ത്രില്ലറിനുള്ള എല്ലാ സാധ്യതകളും ഒരു സിനിമ, ഒരു കഥ. അത് ഈ പറയുന്നത് പോലെ നമ്മൾ ഒരുപാട് ഹിക്കപ്സ് നമ്മൾ ഫേസ് ചെയ്തു, ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്തു. അത് ഫേസ് ചെയ്തുകൊണ്ട് നമുക്കത് ഒരു പ്രൊഡക്റ്റ് വരികയും അത് എനിക്കതിനകത്ത് നവീൻ്റെ എടുത്ത് പറയത്തക്കെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു എൻറ്റയർ ഷൂട്ട് കഴിഞ്ഞ് നമുക്ക് കുറേ പ്രശ്നങ്ങൾ സംഭവിച്ചു. നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആ സമയത്ത് വരികയും ഈ പറയുന്ന പോലെ അത് എഡിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ആ ഡയറക്ടർ അത് വർക്ക് ചെയ്യുകയും അതിനകത്തൊരു ഒരു സെക്കൻഡറി സ്ക്രിപ്റ്റ് തയ്യാറായി അത് വർക്ക് ചെയ്ത് വേറൊരു തരത്തിൽ അത് ഷൂട്ട് ചെയ്യുകയും. അപ്പോൾ നിങ്ങൾ കണ്ടെങ്കിൽ അറിയാം, അതിനകത്ത് ചില പോർഷൻസ് ഷാജോൺ ചേട്ടൻ്റെയൊക്കെ പോർഷൻസ് വരുന്നത് അത് പിന്നീട് ആഡ് ഓൺ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ഒരു എഫേർട്ട് ഡയറക്ടർ എടുത്തയാൾ അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇപ്പം പ്രൊഡക്ഷൻ കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് ഈ സിനിമയുടെ പുറകെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു പുതിയ ഡയറക്ടറിനുണ്ട് ഫേസ് ചെയ്യാവുന്ന പ്രോബ്ലംസ്, അല്ലെങ്കിൽ ഒരു പുതിയ നിർമ്മാണ കമ്പനിക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നവർക്ക് ഫണ്ട് റേസ് ചെയ്യാനും സിനിമയുടെ ഒരു ഗ്രാമർ നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ എത്രത്തോളം അത് വലുതായി പോകുമെന്ന് അറിയാതെ പോകുന്നതുകൊണ്ട് നമ്മൾ പെട്ടുപോകുന്ന ഒരവസ്ഥയിൽ നിന്ന് ഒരു നല്ലൊരു പ്രോഡക്റ്റ് കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്യുക. മലയാളത്തിൽ നിന്ന് നമുക്കറിയാം ഒരുപാട് നല്ല സിനിമകൾ, ഗംഭീര സിനിമകൾ വരുന്നതാണ്, വലിയ ബജറ്റിലെ സിനിമകൾ ഒക്കെ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പ്രസൻറ്റ് ചെയ്യാവുന്ന ഒരു സിനിമ കൊണ്ടുവരികയും അത് കണ്ട് ആളുകൾ ഒരു വലിയ ഗംഭീര സിനിമ അല്ലെങ്കിൽ ആരും കാണാൻ സിനിമ എന്നൊന്നുമല്ല, പക്ഷെ നമ്മൾ ഒരു നീറ്റ് വാച്ചബിൾ മൂവി, നമ്മളെ ഉപദ്രവിക്കാത്ത ഒരു സിനിമ. അപ്പോൾ അങ്ങനെ ഒരു സിനിമയാണ് ഇത് വന്നത്. അപ്പോൾ അത് കണ്ട പല ആൾക്കാരും നല്ല അഭിപ്രായം പറയുകയും അതിൽ നിന്ന് കൂടുതൽ ആൾക്കാർ കാണാൻ പോകുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അതിനോടൊപ്പം ധ്യാൻ അടുത്ത കാലത്ത് അഭിനയിച്ചതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല സിനിമകളിൽ ഒരു സിനിമ ഇതായിരിക്കും. അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ പ്രശാന്ത് അലക്സാണ്ടർ, ഷാജോൺ ചേട്ടൻ, ഡോക്ടർ റോണി, അങ്ങനെ ഒരുപാട് നീരജ, ദേവകി രാജേന്ദ്രൻ, അങ്ങനെ ഒരുപാട് പേര് ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മ്യൂസിക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പ്രകാശ് അലക്സ് രസകരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും സോങ്സും ആണ് ആ സിനിമയിലുള്ളത്. അങ്ങനെ ഒരുപാട് നല്ല വശങ്ങളുള്ളൊരു സിനിമയാണ്, പക്ഷെ ഒരു കൊച്ചു സിനിമയാണ്. അപ്പം എന്നറിയാമല്ലോ, നമ്മൾ അത്രയും മാർക്കറ്റ് ചെയ്യുന്ന ഒരു ഫണ്ട് എന്ന് പറഞ്ഞാൽ വളരെയധികം പബ്ലിസിറ്റി കൊടുത്ത് വരുന്ന സിനിമകൾ ഒരുപാടുണ്ട്. ഇപ്പം പണ്ടത്തെ പോലെ നമ്മൾ ഒരുപാട് ഫണ്ട് അതിനു വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കുകയും, പക്ഷേ ഈ സിനിമയ്ക്ക് അത്രത്തോളം നമുക്ക് ഒന്നും ചെയ്യാനുള്ള ഒരിതില്ല. അപ്പം നമുക്ക് ഈ ജെനുവിൻ ആയിട്ടുള്ള എഴുതുന്ന ആൾക്കാരല്ലേ, ഈ ജെനുവിനായിട്ട് ഇതിനെ കാണുന്നത്. ഇപ്പം ജേർണലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് എത്രത്തോളം ഗൗരവമുള്ളൊരു വിഷയമാണെന്നും. അപ്പോൾ അതിന് ഓരോന്നിനും അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, കാരണം ഇങ്ങനൊരു സിനിമകളെയൊക്കെ വിമർശിക്കാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന ഡയറക്ടർ ആണെങ്കിൽ ഒരു നോർമൽ സിനിമയാണെങ്കിൽ പോലും ഒരു 6 മാസത്തോളം പ്രീ പ്രൊഡക്ഷൻ, അതിനു മുമ്പ് ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് പ്രോസസ്സുണ്ട്. അത് എത്ര കാലം നീളുമെന്ന് പറയാൻ പറ്റില്ല. ഒരു 6 മാസത്തെ പ്രീ പ്രൊഡക്ഷൻ, ഒരു 1-2 മാസത്തെ ഷൂട്ട്, അതിനുശേഷം ഒരു 3 മുതൽ 6 മാസം വരുന്ന പോസ്റ്റ് പ്രൊഡക്ഷൻ, അതിൻ്റെ മാർക്കറ്റിംഗ്, ഇതൊക്കെ കഴിഞ്ഞ് ഇതിൽ വരുമ്പോൾ വളരെ എളുപ്പത്തിൽ അതിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റും. അതൊരു പേഴ്സണൽ ചോയ്സാണ്. പക്ഷേ അത് ഏത് എക്സ്റ്റെൻറ്റിൽ നിങ്ങൾ എന്ത് ഇതിലാണത് പറയുന്നതെന്നൊക്കെയുള്ള ഒരു വലിയ ഫാക്ടർ ഉണ്ടല്ലോ. നമ്മൾ അതിനോടൊരു ഉത്തരവാദിത്തം കാണിക്കുകയും നമ്മൾ ഏറ്റവും മ്ലേച്ഛകരമായിട്ട് ചിലപ്പോൾ ഒരു സിനിമയെ പറ്റി പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പേഴ്സണലി നോവും, മറ്റുള്ളവർക്ക് എത്രത്തോളം അത് എഫക്റ്റ് ചെയ്യുമെന്ന് അറിയില്ല. ബട്ട് സ്റ്റിൽ അത് കുറച്ചുകൂടി ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് തോന്നാറുണ്ട്. അപ്പം അത് കുറച്ചുകൂടി ജെനുവിൻ. ഇപ്പം നമുക്കറിയാം, ഇപ്പം ഒരു ക്യാമറയുള്ള ആരും
ജേർണലിസ്റ്റാണ്. അല്ലാതെ പണ്ടത്തെ പോലെ നമുക്കൊരു അതിനോടൊരു കൂടുതൽ പഠിച്ചോ അതിനൊരു കമ്മിറ്റ്മെൻറ്റോ ഒന്നും വേണ്ടി വരാറില്ല പലർക്കും. അപ്പോൾ അതിനൊരു ബുദ്ധിമുട്ട് പലപ്പോഴും ഉണ്ടാകാറുണ്ട് എല്ലാ മേഖലകളിലും. സോ അങ്ങനെ ജെന്യൂൻ ആയിട്ടുള്ള നമുക്ക് ഫീഡ്ബാക്സുകൾ എപ്പോഴും നമ്മൾ ഓണർ ചെയ്യുന്നുണ്ട്, എപ്പോഴും നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. സോ നിങ്ങൾ പടം കണ്ടവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് അതിൻ്റെ റൈറ്റ് രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യുക. ഹോപ്പ്ഫുള്ളി വിൽ ഹാവ് എ ഗുഡ് വീക്ക് മോർ. താങ്ക് യു. ഞാനതിൽ ഇതൊരു ബാങ്ക് ബേസ്ഡ് ഒരു സബ്ജക്റ്റാണ്. ഒരു സ്ഥലത്തൊരു ആദ്യമായിട്ട് കാസർഗോഡ് ജില്ലയിലെ ബേടകം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആദ്യത്തെ ബാങ്ക് വരികയാണ് അവിടെ. അപ്പോൾ അതിൽ ആ ബാങ്കിലെ മാനേജറായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ അതിലൊരു പറ്റും ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്ത് വരുന്നതിൽ ഒരാളാണ് ഞാനും. അതിൽ കാഷ്യറായിട്ട് വരുന്നത് ധ്യാൻ ശ്രീനിവാസൻ, പിന്നെ അനീഷ് ഗോപാൽ, പിന്നെ അതേപോലെ എൻ്റെ വൈഫായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നീരജയാണ്, ദേവകി രാജേന്ദ്രനുണ്ട്, പിന്നെ നമ്മുടെ പ്രൊഡ്യൂസർ ദിനേശ് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെ, പ്യൂണായിട്ടൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ബാങ്കിൽ വർക്ക് ചെയ്തതാണ്. ഞാനൊരു 4 വർഷത്തോളം ഞാൻ ഫൈനാൻഷ്യൽ ഇൻഡസ്ട്രിയിലായിരുന്നു. അതിൽ 3 വർഷം ഞാൻ തിരുവനന്തപുരത്തായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. തിരുവനന്തപുരം പട്ടം ടാറ്റ ഏജിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അതിനുശേഷം ഒരു 1.5 വർഷം ഞാൻ ധനലക്ഷ്മി ബാങ്കിൽ വർക്ക് ചെയ്തു. അപ്പോൾ എനിക്കതൊരു ഒരു ഓർമ്മയായിരുന്നു അത്. അപ്പോൾ എനിക്കതിൽ ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് എൻ്റെ ബാങ്കും എൻ്റെ ബ്രാഞ്ച് മാനേജറിനെയാണ് എനിക്ക് ഓർമ്മ വന്നത്. കാരണം ആ ഒരു കൈൻഡ് ഓഫ് ടെൻഷനും, പണ്ടൊക്കെ എല്ലാവരും പറയുന്നത് ബാങ്ക് ജീവിതം ഭയങ്കര സുഖമുള്ള ജീവിതമാണ്. രാവിലെ 8-9 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ 2:30-3 മണിയാകുമ്പം പരിപാടി കഴിഞ്ഞ് വീട്ടിൽ പോകാം, സുഖമായിരുന്നു. അന്ന് എല്ലാവരുടെയും ഏറ്റവും വലിയ കരിയർ ഓപ്ഷൻ എന്ന് പറയുന്നത് ബാങ്ക് ഉദ്യോഗസ്ഥനാണെങ്കിൽ സേഫ്, സുഖമാണ്, ലോൺ കിട്ടും എല്ലാം. പക്ഷെ അത് ആ ഒരു ബാങ്ക് മാറുകയും അവിടെ നിന്ന് ഉണ്ടാവുന്ന പ്രഷർ എനിക്ക് തോന്നുന്നു വേറൊരു മേഖലയിലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രത്തോളം പ്രഷർ. കാരണം മറ്റുള്ളവൻ്റെ കയ്യിലിരിക്കുന്ന പൈസ വാങ്ങിച്ചെടുക്കേണ്ട പരിപാടിയാണ്. അപ്പോൾ അത് നമ്മൾ ഈ അവർ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ അവർക്ക് പരിചിതമില്ലാത്ത പ്രൊഡക്റ്റുകൾ വിറ്റുകൊണ്ടും നമ്മൾ അത് എടുക്കുക. അപ്പോൾ ആ ഒരു പ്രഷർ ഞാനൊരു 4 വർഷത്തോളം അനുഭവിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രഷർ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു ബാങ്കും അതിലെ കുറച്ച് ഉദ്യോഗസ്ഥരും അവർ ഒരു ട്രബിളിൽ ചെന്ന് പെടുന്നതും അതിൽ നിന്ന് അവർ രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നതുമാണ് ഒരു സിനിമയുടെ ഒരു ക്രക്സ് എന്ന് പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിൽ ഇതെൻ്റെ 3ാമത്തെ ചിത്രമാണ്. എൻ്റെ തുടക്കം മാസ്റ്റർ പീസിലൂടെ ആയിരുന്നു. മമ്മൂക്ക ചിത്രം അജയ് വാസ്തവ് ഡയറക്റ്റ് ചെയ്ത. അതിനുശേഷം ഇരയിലും നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ അവസരം ലഭിച്ചു. പാർട്ട്നേഴ്സിൽ ഇപ്പോൾ നേരത്തെ എൻ്റെ കോ ആർട്ടിസ്റ്റ് പറഞ്ഞ പോലെ സഞ്ജു ശിവറാം, അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. തമിഴ് കഥാപാത്രമാണ്. അഴകി എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. ഇപ്പോൾ ഇന്നലെ സിനിമ കണ്ടവരിൽ ഈ കഥാപാത്രം മനസ്സിൽ പതിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിനിമ ഇറങ്ങിയ ദിവസം നമുക്ക് ഫസ്റ്റ്, അതായത് ഞങ്ങൾ എടപ്പള്ളി വനിതാ തിയേറ്ററിൽ നല്ലൊരു റെസ്പോൺസാണ് ലഭിച്ചത്. കാരണം ഷോയുടെ ഏറ്റവും അവസാനം ക്ലൈമാക്സിനോടനുബന്ധിച്ചും എല്ലാം നല്ലൊരു കൈയടി കിട്ടി. അപ്പം ഞാൻ പേഴ്സണലി വിശ്വസിച്ചത് ഇനി തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നല്ലൊരു കളക്ഷൻ അല്ലെങ്കിൽ നല്ലൊരു റെസ്പോൺസും കാര്യങ്ങളുമായിട്ട് അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന, അതായത് മീഡിയയിലുള്ള ആളുകളും എല്ലാവരും നമ്മുടെ അടുത്തറിയുന്നവരെല്ലാവരും നല്ല റിപ്പോർട്ടുകൾ പറയുമ്പോഴും ഈ കുറച്ച് നാളുകൾക്ക് നമ്മുടെ നാട്ടിൽ നടന്ന വലിയൊരു ദുരവസ്ഥയാണ് റിവ്യൂയിങ് എന്ന് പറയുന്നൊരു സംഭവം. റിവ്യൂ ചെയ്യുക പടങ്ങൾക്ക്. അതായത് എനിക്ക് പേഴ്സണലി തോന്നിയത്, നമ്മൾ ഒരു അഭിപ്രായം പറയുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി, ഒരു ഫീഡ്ബാക്ക്. പക്ഷേ ഒരു പടത്തെ ഡീഗ്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ മോശമായൊരവസ്ഥയാണ്. അത് ഞാൻ ഇന്ന വ്യക്തി എന്ന് പറയുന്നില്ല, നിങ്ങൾക്കറിയാം ഈ പറഞ്ഞ ദുരവസ്ഥ ഉണ്ടാക്കുന്ന വ്യക്തി ആരാണെന്നും എന്താണെന്നും. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുണ്ട്. ഇപ്പോൾ ഒരാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. അതായത് ഒരു ചാനൽ നമുക്ക് സ്വന്തമായി തുടങ്ങാം, അതിലൂടെ നമുക്ക് അഭിപ്രായങ്ങൾ പറയാം. പക്ഷേ ഈ ഒരു ട്രെൻഡ് എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷമായിരിക്കും. അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മൾ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ തിയേറ്ററിൽ പോവുക, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊമോഷൻസ് കാര്യങ്ങൾ കണ്ടാണ് ആളുകൾ തിയേറ്ററിലോട്ട് എത്തിയിരുന്നത്. പക്ഷെ ഇപ്പോൾ കേവലം ഒരൊറ്റ ദിവസം, അതായത് ഒരു പടം ഏറ്റവും മോശാവസാന പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് മുതൽ റിവ്യൂ തുടങ്ങുവാണ്. എന്താണ് സംഭവിക്കുന്നത് അവിടെ മുതൽ? അതായത് പടം മുഴുവൻ കണ്ടു തീർക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലൊരു അവസ്ഥ നമ്മുടെ ചിത്രത്തിന് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതെനിക്ക് എന്നെ വളരെ വേദനിപ്പിച്ചിരുന്നു. ഇപ്പം നമ്മുടെ ടീമിലാണെങ്കിലും ഞാൻ ഇവരുടെ അഭിപ്രായപ്പെട്ടിരുന്നു. കാരണം നമ്മളൊക്കെ ഒരു ചെറിയ ആർട്ടിസ്റ്റാണ്, നമ്മൾ വളർന്നു വരുന്ന ആർട്ടിസ്റ്റാണ്. പക്ഷേ നമുക്ക് എന്ത് പ്രതികരിക്കാൻ പറ്റും? കാരണം
ഇത്തരം യൂട്യൂബ് ചാനൽ ഈ ഒരു എന്റർടൈൻമെന്റ് ആണ് എല്ലാം ഉദ്ദേശിക്കുന്നതെങ്കിലും ഈ നെഗറ്റീവിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ. കാരണം നമ്മൾ നെഗറ്റീവായിട്ട് എന്ത് പറയുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. പോസിറ്റീവായിട്ടൊരു കാര്യം പറയുമ്പം പ്രത്യേകിച്ച് ആർക്കും എന്തൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല. അതുപോലെ നമ്മുടെ ചിത്രത്തിൽ ഇപ്പോൾ ഇന്ന അഭിനേതാവ് അവരെ മുൻ ചിത്രങ്ങൾ അവരുടെ അതിൻ്റെ ഒരു മുൻവിധി വെച്ചിട്ടൊക്കെ നമ്മുടെ ടീസർ ഇറങ്ങിയപ്പോൾ പോലും ഒരുപാട് മോശം ഞാൻ കണ്ടിരുന്നു. പക്ഷേ ഈ ചിത്രം കണ്ടവർ ഇതിനെപ്പറ്റി നല്ലത് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ തിയേറ്ററിൽ പോയി ചിത്രം കാണുക തീർച്ചയായിട്ടും. അതായത് ഈ ഒരു വീട്ടിലോ എവിടെയെങ്കിലും ഒരു ക്യാമറ മുന്നിലിരുന്ന് കുറച്ച് നെഗറ്റീവ് അടിച്ചു വിടുക വരെ പടത്തെ പറ്റി അത് കണ്ടിട്ടും വളരെ മോശമായ രീതിയിൽ, അതായത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല അത്രയ്ക്കും ഇപ്പോൾ പറഞ്ഞ പോലെ മ്ലേച്ഛകരമായ രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവര് ചിന്തിക്കുന്നില്ല, അതായത് ഇവർ ഈ പടം എത്ര നാളെടുത്താണ് ഒരു പടം നമ്മുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നതെന്ന്. ഇതുപോലെ 5-6 വർഷം, അതായത് പ്രീ പ്രൊഡക്ഷൻ, അതിനു മുൻപ് ചിന്തിക്കുന്ന കഥ അവരുടെ മനസ്സിൽ വരുന്ന സമയം മുതൽ ഇത് തിയേറ്ററിൽ വരുന്ന സമയം വരെയുള്ളൊരു കാലയളവ്, ഇതെല്ലാം കൂടി ഈ ഒരു പടം കണ്ടു കഴിഞ്ഞ് ഫസ്റ്റ് ഷോ അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞത് വൈകിട്ട് റിവ്യൂ ഇട്ട് തീർക്കുകയാണ്. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ. അതിനെതിരെ ശരിക്കും പറഞ്ഞാൽ വലിയൊരു നിയമ നടപടിയൊക്കെ വരണമെന്നാണ് ശരിക്കും നമ്മൾ ചിത്രത്തെ എന്താ പറയുക അത്രയും ഇഷ്ടമുള്ളവർ ആഗ്രഹിക്കുന്ന കാര്യം. പടം കാണുക, ജെനുവിനായ ഫീഡ്ബാക്ക് എന്തായാലും വേണം. കാര്യം നമുക്ക് ചില പോരായ്മകളുണ്ടാവും, കാര്യങ്ങളുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ നമുക്കൊരു വൺ ടൈം വാച്ചബിൾ ആയിരിക്കും, ഒരു എൻജോയ് ചെയ്ത മൊമെന്റ് ഉണ്ടാകും. പക്ഷെ ഇതൊന്നും അല്ലാതെ ഒറ്റയ്ക്ക് ഇത് കൊള്ളില്ല എന്ന് പറയുന്നത് അത് തീർത്തും മോശമാണ്. അത് ഈ സിനിമയ്ക്കെന്നല്ല, ഇനി വരുന്ന ഏത് സിനിമയ്ക്കാണെങ്കിലും. അപ്പം അത്തരത്തിലുള്ള പ്രവണത എങ്ങനെ കുറയ്ക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇപ്പം നിങ്ങൾ പലരും ഈ പടം കണ്ടിട്ടുണ്ടാവും. അപ്പം ഇനിയും ഇഷ്ടപ്പെട്ടവർ എന്തായാലും കൂടുതൽ ആളുകളിലേക്ക് പറയുക. നമുക്കിത് നല്ലൊരു ചിത്രമാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. കാരണം നമ്മളെ അറിയുന്ന പല ആളുകൾ പല സ്ഥലത്തു നിന്ന് നല്ല റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഈ ഡീഗ്രേഡിങ്ങിലൊന്നും ഈ പടം താഴ്ന്നു പോകാതിരിക്കുക എന്നൊരാഗ്രഹം മാത്രമേ ഉള്ളൂ. താങ്ക് യു. അല്ല, ഒരാളെന്ന് പറയുമ്പം അതായത് ഇപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ നാട്ടിൽ, അതായത് ഇപ്പോൾ ഒരു യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സംഭവം, അതിൽ ഓരോ കണ്ടന്റ് ആയിട്ടാണ് ആളുകൾ വരുന്നത്. അപ്പോൾ അതിലൊരു ഫാൻ ബേസ് ഉണ്ട് ഓരോ ആളുകൾക്ക്. അപ്പോൾ അവരെന്ത് പറയുന്നു, അതായത് ഞാനിപ്പം ഇന്ന് സംഭവിച്ച നല്ല കാര്യം ഇവരെന്താണ് അതിനെ റെസ്പോണ്ട് ചെയ്യുന്നത്, അതനുസരിച്ചിട്ടാണ് ആളുകൾ വിലയിരുത്തുന്നത്. ഇപ്പം നിങ്ങൾക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് തന്നെ കാണുന്നതാണ്. ഇപ്പം ഞാൻ പറഞ്ഞ സിനിമാ മേഖല മാത്രമായിരിക്കില്ല, ഏത് പർട്ടിക്കുലർ ഒരു മാറ്റർ എടുത്താലും അവരുടെ കമന്റ് എന്താണ്, എന്നാൽ ഇവരതിനുള്ള അവരുടെ ഒരു ക്വാളിഫിക്കേഷൻ എന്താണ്, ഇവർക്ക് അതിനുള്ള എന്താ പറയുക എക്സ്പീരിയൻസ് എന്താണ്, ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. കാര്യം ആളുകൾ അവരെ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഏതോ ഒരു കൈൻഡ് ഓഫ് എന്റർടൈൻമെന്റ് അവരിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നമ്മൾ ഈ കലാസൃഷ്ടിനെ അങ്ങോട്ട് താറിച്ച് കളയാണ് ചെയ്യുന്നത്. അതിപ്പോ നമുക്ക് തന്നെ യൂട്യൂബ് കയറി നമുക്ക് തന്നെ മനസ്സിലാക്കാമല്ലോ. അപ്പോൾ ഒരാൾക്കാർ മാത്രമായിരിക്കില്ല, അപ്പൊ ഈ പറഞ്ഞ ഒരാൾക്ക് അത്രയും ഫാൻ ബേസ് ഉണ്ടാകും. അതാണ് അതിന്റെ മെയിൻ പോയിന്റ്. ഇതിന് മറുപടി ഞാൻ പറയാം. അതായത് നിങ്ങൾ ചോദിച്ചത് ഇത് ബാധിക്കുന്നുണ്ടോ, ഒരാളുടെ റിവ്യൂ ഇതിനെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളതല്ലേ. അതായത് ഞങ്ങളുടെ സിനിമയെ കുറിച്ച് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു പ്രവണത എന്താണെന്ന് വെച്ചാൽ, മലയാള സിനിമയിൽ ഉള്ള ഒരു പ്രവണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സിനിമയ്ക്കും ഇപ്പം റീസെൻ്റ്ലി ഓടുന്ന വലിയ സിനിമകൾക്ക് വരെ ആളെ കയറ്റി ഒരു 20 ടിക്കറ്റ് വെച്ച് എല്ലാ ഷോയ്ക്കും എല്ലായിടത്തും ആളെ കയറ്റി എടുത്ത് തിയേറ്ററിൽ സ്റ്റഡിയായി നിർത്തുക എന്നൊരു പോളിസിയിലാണ് പോകുന്നത്. റിവ്യൂസ്, പോസിറ്റീവ് റിവ്യൂസ് പൈസ കൊടുത്ത് എഴുതി ഇടിക്കുക എന്ന് പറയുന്നൊരു സാധനമാണ്. ഞങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നാണ് വന്നത്. ഞങ്ങൾക്ക് ഇത്രയും ഇതിനെ ഡെഫിനറ്റ്ലി നിങ്ങൾ വാച്ച് ചെയ്താൽ അറിയാം, ഞങ്ങളുടെ വിസിബിലിറ്റി ഭയങ്കര കുറവാണ്. വളരെ കുറച്ച് പോസ്റ്റർ അടിച്ചിട്ടുള്ളൂ. സോഷ്യൽ മീഡിയയിൽ വളരെ ചെറിയ രീതിയിൽ ഞങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആളെ കയറ്റാൻ പറ്റിയിട്ടില്ല, റിവ്യൂ കാശ് കൊടുത്ത് എഴുതാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരാൾ ഒരാൾ ഒരു ചെറിയ മുറിവ് ഏൽപ്പിക്കുമ്പോഴും ഞങ്ങൾക്കത് വലിയൊരു മുറിവായിട്ടാണ് ഞങ്ങളെ അഫക്റ്റ് ചെയ്യുന്നത്. കാരണം ഞങ്ങൾക്ക് അതിനെതിരെ പോരാടാനുള്ള ശക്തിയില്ല. ഞങ്ങൾക്ക് ആകെ വിശ്വാസമുള്ളത് പ്രേക്ഷകരിലാണ്. അത് ഇന്നലെ പറഞ്ഞത്, ഞങ്ങൾ 2 ദിവസം ഫ്രൈഡേ കഴിഞ്ഞ് ഫ്രൈഡേ ഈവനിങ് ഞങ്ങൾ തിയേറ്ററിൽ പോയി. ഫ്രൈഡേ ഈവനിങ് കുറച്ച് ആളുണ്ടായിരുന്നു. അപ്പം സാറ്റർഡേ ആയപ്പം ഒരു ഇച്ചിരി കുറഞ്ഞു. പക്ഷെ സാറ്റർഡേ ഈവനിങ് ഞങ്ങൾ ഷോ തിയേറ്റർ വിസിറ്റ് പോയപ്പം ആൾക്കാർ ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു, ഞങ്ങൾ പലരും പറഞ്ഞറിഞ്ഞു ഇത് നല്ല സിനിമയാണ്, അങ്ങനെയാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പതുക്കെ പിക്കപ്പ് ചെയ്തത്. അപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം, ഈ ചെറിയ സിനിമകളെ എങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് അതിനെതിരെ പോരാടാനുള്ള ഒരു മണി പവർ പ്രൊഡ്യൂസർക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു സാധാരണക്കാരനാണ്, ഇതുപോലൊരു വലിയ ഫൈനാൻഷ്യൽ സംഭവങ്ങളില്ല. അപ്പം അത്രയും മണി പവർ ഉണ്ടെങ്കിൽ ഇതിനൊക്കെ ഇതാക്കാം, അത്രേ ഉള്ളൂ. പക്ഷെ ബാധിക്കാറുണ്ട്, സിനിമകളെ ഡെഫിനറ്റ്ലി ബാധിക്കാറുണ്ട്. പിന്നെ
യഥാർത്ഥത്തിൽ ഇപ്പൊ റിവ്യൂ പറയുന്നവരുണ്ട്. ഇപ്പൊ ഈ സിനിമയെ കുറിച്ച് ഒരുപാട് പേര്, ഇപ്പൊ ഞാൻ പേരെടുത്ത് പറയാം, നെഗറ്റീവ് പറഞ്ഞ ആളുടെ പേര് ഞാൻ പറയുന്നില്ല. ഇപ്പൊ ഉണ്ണി വ്ളോഗ്സ്, പിന്നെ ലെൻസ്മാൻ, അങ്ങനെ കുറെ പേര് റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ പറഞ്ഞതിൽ നെഗറ്റീവ് ഉണ്ട്. പക്ഷെ അവര് പറഞ്ഞത് അവരെ സിനിമ എൻഗേജ് ചെയ്യിച്ചു. അവരുടെ റിവ്യൂ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അവരെ സിനിമ അവസാനം വരെ എൻഗേജ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് അവസാനത്തെ ആ ഗ്രാഫിക് പോർഷൻ ഇവർക്ക് വർക്ക് ആവാതെ പോയതിന്റെ ഒരു ചെറിയ പ്രശ്നം കൊണ്ടാണ് അവർക്കൊരു, പക്ഷെ അവർ വാച്ചബിൾ ആണെന്നുള്ള രീതിയിൽ ആണ് പറഞ്ഞിരിക്കുന്നത്. അത് ഒരു സത്യസന്ധമായി റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ. അതായത് അപ്പം അവരുടെ പ്രശ്നം, അതായത് ഇതിലൊരു ഗ്രാഫിക്കൽ പോർഷൻ ഉള്ളത് ശാസ്ത്രീയപരമായി ശരിയാണ്, ഞങ്ങൾ ചെയ്തത് എക്സാക്ട്ലി കറക്റ്റാണ്. പക്ഷെ അത് ബിലീവബിളായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ഫണ്ട് ഞങ്ങളുടെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന, വിശ്വസിപ്പിക്കാൻ പറ്റുന്ന പോലെ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഗ്രാഫിക്കൽ പോർഷൻ 600 കോടി മുടക്കിയ ഒരു പടത്തിന്റെ ഗ്രാഫിക് വർക്കും ഇതുമായിട്ടാണ് ആൾക്കാർ കമ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പെട്ടുപോയതാണ്. ശരിക്കും ഞങ്ങൾ ഈ സിനിമ അനൗൺസ് ചെയ്യുമ്പോൾ ഇത്രയും വലിയൊരു സിനിമ ഇപ്പുറത്തുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ആയിരുന്നെങ്കിൽ ഞങ്ങളൊരു കുറച്ചും കൂടെ സേഫ് സ്പേസിൽ ചിലപ്പോൾ റിലീസ് ചെയ്തേനെ. പക്ഷെ അതൊക്കെ ഇന്നലെ 2 ഹൗസ്ഫുൾ ഷോസ് വന്നെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം അറിയില്ലായിരിക്കാം ഞങ്ങളുടെ ഒരു സന്തോഷം. കാരണം ഇത്രയും നെഗറ്റീവിൽ നിന്ന് ഇതൊരു പതുക്കെ ഉയർന്നു വരുന്നു എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ്. അപ്പം ചോദ്യത്തിന് ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഒരു യൂട്യൂബർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഹീസ് ആൻ ഇൻഫ്ലുവൻസർ അല്ലേ? അപ്പോൾ ഒരു ഇൻഫ്ലുവൻസർക്ക് ഇത്രയും ഫാൻ ബേസ് അല്ലെങ്കിൽ അവർക്ക് ഇത്രയും അധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകുമ്പോൾ ഡെഫിനറ്റ്ലി ജുഡീഷ്യറിയെ പോലും മീഡിയാസ് ഇൻഫ്ലുവൻസ് ചെയ്ത ചരിത്രങ്ങൾ ഉണ്ടായിട്ടുള്ളതായി പറയപ്പെട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തിനും 2 പക്ഷമുണ്ട്. അമ്മയെ തല്ലിയാലും 2 പക്ഷമുണ്ടെന്ന് പറയുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കണേ. സോ എന്താ പറയണേ, ഒരു ഇൻഫ്ലുവൻസറുടെ അല്ലെങ്കിൽ ഒരു യൂട്യൂബറുടെ, ഒരു റിവ്യൂവറുടെ ഒരു കമൻറ്റ് വളരെ മോശമായ ഒത്തിരി, നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാം. വളരെ 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 മ്ലേച്ഛകരമായ രീതിയിൽ ഇപ്പോൾ നമ്മുടെ വില്ലൻ ചേട്ടനെയൊക്കെ പുള്ളി കോമാളി എന്നൊക്കെ വിളിച്ച്, ഞാൻ പറയട്ടെ, ഞങ്ങൾക്ക് അറിയാവുന്ന, ഡയറക്ടർക്കും ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന പണി ഞങ്ങൾ നല്ല വൃത്തിയായി ചെയ്തു. അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ അദ്ദേഹം, ഈ റിവ്യൂവർ പുള്ളിയെ കൊണ്ട് ചെയ്യാവുന്ന പണി, പുള്ളി അറിയാവുന്ന പണി പുള്ളി വൃത്തിയായി ചെയ്തു എന്നാണ് ഞങ്ങൾ കരുതുന്നത്. കാരണം ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള കഷ്ടപ്പാടുകളും കാര്യങ്ങളും, വി ഓൾ ഹാവ് ദ ഫ്രീഡം അല്ലേ, സ്പീച്ച് ഓഫ് ഫ്രീഡം. എൻ്റെ കൈ വീശാനുള്ള അധികാരം നിങ്ങളുടെ മൂക്കിൻ്റെ തുമ്പ് തുടങ്ങുന്നിടത്ത് അവസാനിക്കുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഒരു മൂല്യത്തിൻ്റെ പ്രശ്നമാണ്. എല്ലാ മേഖലകളിലും, മീഡിയാസ് ആയാലും അല്ലെങ്കിൽ ഏത് മേഖലകളിലായാലും, ഇപ്പോൾ ആതുര ശുശ്രൂഷ സേവന രംഗത്തായാലും എവിടെയായാലും, ഒരു ഡോക്ടർക്ക് എൻ്റെ ഡ്യൂട്ടി സമയം കഴിഞ്ഞു ഞാൻ പോവാണ് എന്ന് പറയാം അല്ലേ? അത് അയാളുടെ മൂല്യമാണ്, ഒരു ജീവൻ രക്ഷിക്കാനായി 1 മിനിറ്റ് കൂടെ നിൽക്കുക എന്നുള്ളത്. അതുപോലെ ഒരു മൂല്യം, ഒരു മൊറാലിറ്റി കീപ്പ് ചെയ്യാനായിട്ട് മനുഷ്യർ ശ്രദ്ധിക്കുമ്പോൾ അവർ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ നിന്ന്, അവരെ പഠിപ്പിച്ചു വിട്ട സാഹചര്യങ്ങളിൽ നിന്ന് എല്ലാവർക്കും സാധിക്കുമ്പോഴാണ് എല്ലായിടത്തും ഇത്തരം വയലേഷൻസ് ഉണ്ടാകാതെ പോവുക. വളരെ വേദനാജനകമാണ്. താങ്കൾ ചോദിച്ചതുപോലെ ഒരാളുടെ ഒരു റിവ്യൂ ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരെ ഇനിയും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ഒരുപാട് പുറകോട്ട് വലിക്കും. പക്ഷേ ഇതിനെ തരണം ചെയ്ത് സാധാരണക്കാരായ പ്രേക്ഷകരുടെ, നല്ല മനുഷ്യരുടെ, നല്ല സിനിമ കാണണം, നല്ല പ്രൊഡക്റ്റ് കാണണം എന്നുള്ള ആൾക്കാരുടെ ഉദ്ദേശശുദ്ധി ഞങ്ങളെ വീണ്ടും മുകളിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അക്കാര്യത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരു ഞാനിത് നമ്മളിത് ഈ ഒരു പർട്ടിക്കുലർ വ്യക്തിയെ പറ്റി നമ്മൾ ഒരുപാട് നേരം സംസാരിച്ച് നമ്മളതിന് അത്രയും ഇമ്പോർട്ടൻസ് അറിയിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അങ്ങനെ ഇത് പറയല്ലോ, ഇപ്പം ഒരാൾ കഴിഞ്ഞ തവണ ധ്യാൻ്റെ ഇതിനു മുമ്പ് ഇറങ്ങിയ സിനിമയെ കുറച്ച് നല്ല രീതിയിൽ പറയുകയും അതിന് വേണ്ട വിധത്തിലുള്ള ഒരു ശ്രദ്ധ കിട്ടാതെ പോവുകയും ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു പിന്നെ കിട്ടിയൊരു നല്ല ഊഴം ഇതായിരുന്നു തോന്നുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ തിരുത്താനുള്ള ഒരു അവസരമാണ് അദ്ദേഹത്തിന്. അപ്പോൾ അവർക്ക് ഇത് നേരത്തെ നല്ലത് പറഞ്ഞു, അപ്പോൾ അതത്ര സുഖമായില്ല, അതിനത്രയും റീച്ചും കാര്യങ്ങളും ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ഒന്നും മോശം പറയാൻ പറ്റിയൊരു അവസരം കിട്ടി, അത് നല്ല രീതിയിൽ ഉപയോഗിച്ചു എന്നുള്ളത് മാത്രമേ അതിനകത്ത് തോന്നുള്ളൂ. അല്ലാതെ നമുക്കൊരു കാര്യം കേൾക്കുമ്പോൾ അറിയാമല്ലോ, അതിനെ ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുന്നൊരു 2 വശമുണ്ട്. അതിൽ അതങ്ങനെ കണ്ടാൽ മതി. പിന്നെ ഇപ്പം ചില ആൾക്കാർ ചോദിക്കും, ഇപ്പം പണ്ടൊക്കെ നമ്മൾ ഈ വീട്ടിൽ പെറ്റ്സിനെ വളർത്തുമ്പോൾ ഈ ഒരുപാട് ബഹളം ഉണ്ടാക്കുന്ന, കുരയ്ക്കുന്ന പെറ്റ്സും ഉണ്ടാവും, അതില്ലാത്തതും ഉണ്ടാവും. അപ്പോൾ ഇല്ലാത്തത് ശാന്തനായിട്ടുള്ളതിനെ ചോദിക്കും, ഇവനെ എന്തിനെ വളർത്തുന്നതെന്ന് ചോദിക്കും. അപ്പം അങ്ങനത്തെ കാരണങ്ങളാവാം. അപ്പോൾ പൊതുജനവും അങ്ങനെ ആഗ്രഹിക്കുന്നു, ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു സുഖമുള്ളൂ, ഒരു ഹരമുള്ളൂ എന്നുള്ളത്. അപ്പം
അല്ലെങ്കിൽ നമ്മളെ ഇത്രയും നമ്മളെ ഒരാൾ ഇത്രയും പറയുമ്പോഴോ എത്രയോ അതിനകത്ത് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കാണാറുമില്ല. അപ്പം വളരെ യാദൃശ്യമായിട്ട് ഇങ്ങനെ സുഹൃത്തുക്കളത് കാണിക്കുകയും കേൾക്കുകയും ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ചിരിയും കൗതുകവും തോന്നിയത്. ലൈക്ക് ഒരുപാട് നമ്മൾ നിലവാരമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാറുണ്ട്. ഇപ്പം ഈ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പല റിവ്യൂസിൽ നിന്നും അവർ പറഞ്ഞ നമുക്കറിയാവുന്ന തന്നെ സിനിമയുടെ ചില പോരായ്മകളും നമുക്കറിയാത്ത ചില പോരായ്മകളും നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട് എന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് മേന്മകളും അതിൻ്റെ പറയുകയും ചെയ്യുമ്പോൾ അതിനൊരു രസമുണ്ട്. നമുക്കത് കുറച്ച് നമ്മൾ വളരെ റിസപ്റ്റീവായിട്ട് അതിനെ കാണുകയും ചെയ്യും. അല്ലാത്തതിന് നമ്മളത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മേ ബി ഒരു സമയം കഴിയുമ്പോൾ അതങ്ങ് മാറുമായിരിക്കും. ഇപ്പോഴത്തെ ഒരു ട്രെൻഡും കാര്യങ്ങളും ഇതായിരിക്കും. സോ ബോദർ ചെയ്യേണ്ട എന്നാണ് തോന്നിയിട്ടുള്ളത്. അല്ല, ഞങ്ങളതിനെ ബോദർ ചെയ്തിട്ടില്ല. ഞങ്ങളത് ആ റിവ്യൂവിനെതിരെ പ്രതികരിക്കാനോ അങ്ങനെയൊന്നും അതിനൊന്നും ശ്രമിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നപ്പോൾ അത് അങ്ങനെ ആയി സംസാരിച്ചു പോയെന്നുള്ളൂ. നേരിട്ട് സംസാരിച്ചതുകൊണ്ട് സംസാരിച്ചെന്നേ ഉള്ളൂ. ഞങ്ങളതിനെ പ്രതികരിക്കാനോ അതൊന്നും മൈൻഡ് ചെയ്തില്ല. അങ്ങനെയല്ലല്ലോ. ഒരു സിനിമ വിലയിരുത്തുന്നത് പ്രേക്ഷകരാണ്. അവർ ഇപ്പോൾ ഇതിനു മുമ്പും പറഞ്ഞ പലരും നെഗറ്റീവ് പറഞ്ഞ സിനിമകളോട് സൂപ്പർ ഹിറ്റായിട്ട് ഓടിയിട്ടുണ്ട്, പോസിറ്റീവ് പറഞ്ഞ സിനിമകൾ ഓടാതിരുന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്നുമല്ല, പ്രേക്ഷകരുടെ അഭിപ്രായവും പ്രേക്ഷകരുടെ താല്പര്യങ്ങളുമാണ് ഒരു സിനിമയെ എത്തിക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മൾ അടുത്ത സിനിമയിലേക്ക് പോകുന്നത്. ഇതിലൊരു വേദന ഒരു പ്രൊഡ്യൂസറെ ബാധിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നത്. ഒരു ഡയറക്ടറെ എന്നെ ബാധിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ബാധിക്കുന്നില്ല. കാരണം നമ്മൾ നമ്മളുടെ ഒരു അടുത്ത സിനിമകളെ കുറിച്ച് ആലോചിക്കുകയും അടുത്തത് ഓരോ സിനിമ കഴിയുമ്പോഴും ഓരോ പഠിത്തമാണ്. അത് ഓരോ ലേണിംഗ് പ്രോസസ്സാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ സിനിമ, ആദ്യത്തെ സിനിമ സ്ക്രിപ്റ്റ് എഴുതിയിരുന്നു, ഇത് ഡയറക്ഷനാണ്. അപ്പോൾ ആദ്യത്തേതിൽ നിന്ന് കുറച്ചുകൂടെ ബെറ്റർ ആക്കാനാണ് ശ്രമിച്ചത്, അടുത്തത് ഇതിലും ബെറ്റർ ആക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മൾ ഓരോ ലേണിംഗ് പ്രോസസ്സാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പക്ഷേ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് ഇതിൻ്റെ കളക്ഷൻ പോയിന്റ് എഫക്റ്റ് ചെയ്യുമ്പോൾ അതൊക്കെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് അതിലാണ് ഒരു വേദന വന്നത്. പെട്ടെന്ന് കളക്ഷൻ ഫസ്റ്റ് ഡേ നല്ല അഭിപ്രായം ഒന്ന് കയറിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ഒരാൾ പറയുമ്പോൾ ഒരു ഇച്ചിരി ഡൗൺ വരുമ്പോൾ അയാളുടെ ആ പ്രൈം ആയിട്ടുള്ള ഫ്രൈഡേ സാറ്റർഡേ സൺഡേ അതിലൊരു സാറ്റർഡേയുടെ ഒരു പകുതിയെങ്കിലും പകുതിയിൽ ആ ബിഗിനിങ് ഷോ മോർണിംഗ് ഷോസുകളെ അത് ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഫ്രൈഡേ ഈവനിങ് കണ്ടവരുടെ അഭിപ്രായം കേട്ട് സാറ്റർഡേ ഈവനിങ് തൊട്ട് ആൾക്കാർ വരാൻ തുടങ്ങി. അതാണ് ഇപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഹൗസ്ഫുൾ ഷോസ് വന്നു എന്ന് പറയുന്നത് അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. അതാണ് നല്ല സിനിമകളൊന്നും പേര് കേൾക്കുന്ന സമയത്ത് ഈ പറഞ്ഞ റിവ്യൂവേഴ്സിനെ പൊക്കി പറഞ്ഞിട്ടുള്ളത് ഇതേ സിനിമാക്കാരാണ്. ഇതേ പറഞ്ഞ ആർട്ടിസ്റ്റുകളും ഈ പറഞ്ഞ റിവ്യൂവേഴ്സിന്റെ കൂടെ ഇന്റർവ്യൂ ചെയ്യുന്നു, തമാശ പറയുന്നു. നല്ലത് പറയുമ്പോൾ ഇവരൊക്കെ നല്ലവരാണ്, മോശം പറയുമ്പോൾ ഇവരെല്ലാം മോശക്കാരാണ്. ഇതെന്ത് ന്യായമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സിനിമ മോശമായിരുന്നു പറയുന്നത് തെറ്റായി പോയതാണ്. അതിനി അല്ല, സിനിമ മോശമാണെന്ന് പറയുന്നത് ഒരു തെറ്റാണെന്നോ അല്ലെങ്കിൽ അതിനെ അഭിപ്രായം പറയുന്നത് മോശമാണെന്നോ ഒന്നും നമുക്കില്ല. ഇപ്പം നമ്മളൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തിരിച്ചിറങ്ങി വന്നാൽ നമ്മുടെ 10 കൂട്ടുകാരോട് നമ്മൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും കാര്യമൊന്നുമില്ല, ഇവിടെ പോകേണ്ട കാര്യമില്ല നമ്മൾ പറയും. പക്ഷേ അതല്ലാതെ ഒരു വല്ലാത്ത വ്യക്തിപരമായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എക്സാമ്പിളായിട്ട് രണ്ടുപേരുടെ പേരെടുത്ത് പറഞ്ഞു. അവരും ഭയങ്കര പോസിറ്റീവായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. ഒരു ഓക്കെ പടം എന്നുള്ള പോലെ ചില പ്രശ്നങ്ങൾ ഈ സിനിമയിൽ ഉണ്ടെന്നുള്ള പോലെയുമാണ് അവർ പറഞ്ഞത്. അവരെ ഞാൻ നെഗറ്റീവായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ അവരെ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ അടുത്ത് സംസാരിച്ചത്. പക്ഷെ ഇപ്പം ഈ പറഞ്ഞ ഒരാൾ വളരെ എന്താ പറയുക, ഒരു പറഞ്ഞ രീതി, ഇപ്പം നിങ്ങൾ ഒരാൾ വന്നിട്ട് നിങ്ങളടുത്ത് അങ്ങനെ സംസാരിക്കാൻ നിങ്ങളാണെങ്കിലും ശ്രമിക്കില്ലല്ലോ. നിങ്ങൾക്ക് അത് അറിവ് കേട്ടാൽ അറിയാം അയാൾ ഒരു മനഃപൂർവ്വം എന്തോ ചെയ്യാൻ ഉദ്ദേശിച്ച പോലെ പറഞ്ഞ പോലെ ഒക്കെ ഞാൻ ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഈ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിലയിടത്തുനിന്ന് നമ്മൾ നല്ലത് കേൾക്കുമ്പോഴേ ഇപ്പം ഒരിക്കലും നല്ലത് പറയാത്തത് നല്ലത് അവൻ വരെ നല്ലത് പറഞ്ഞടാ എന്ന് പറയുന്നൊരു പ്രവണതയായിരിക്കും ഒരു പക്ഷേ സിനിമക്കാർ പലരും അത് ഏറ്റെടുത്ത് പിടിച്ചിട്ടുള്ളത്. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് 500 രൂപ മുതൽ 60 ലക്ഷം രൂപ വരെ ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ അടുത്ത് പലരും ഫോണിലും നേരിട്ടും പലരുടെയും പിണിയാളുകളും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരാൾക്ക് പോലും 1 രൂപ പോലും കൊടുത്തിട്ട് എൻ്റെ പടം പ്രൊമോട്ട് ചെയ്യേണ്ട എന്നുള്ള അഭിപ്രായത്തിൽ തന്നെയാണ് ഞാൻ. കാരണം എനിക്ക് എൻ്റെ ഡയറക്ടറിൽ വിശ്വാസമുണ്ട്, എൻ്റെ ടെക്നിക്കൽ ക്രൂവിൽ വിശ്വാസമുണ്ട്, നടന്മാരിൽ വിശ്വാസമുണ്ട്, സ്ക്രിപ്റ്റിൽ വിശ്വാസമുണ്ട്. അപ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞ് തന്നെയാണ് ഞാൻ വിട്ടത്. ഇവരുടെയൊക്കെ ആരുടെയെങ്കിലുമൊക്കെ എനിക്ക് തോന്നിപ്പോകാണ് ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുടെയൊക്കെ പിണിയാളുകളായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരായിരിക്കാം എൻ്റെ അടുത്ത് വന്നത്. നേരിട്ട് വന്നവരുണ്ട്. കാരണം
എറണാകുളത്ത് വെച്ച് നമ്മൾ ആ ഹോട്ടലിൽ വെച്ചൊരു പ്രസ് കോൺഫറൻസ് നടന്നപ്പോൾ അവിടെ നേരിട്ട് വന്നെന്നെ പരിചയപ്പെട്ട് സംസാരിച്ചവരുണ്ട്. ഫോണിൽ കൂടെ പല തവണ എന്നെ വിളിച്ച് സംസാരിച്ച അവസാനം എനിക്ക് ഫോൺ എടുക്കാൻ പറ്റാത്ത അവസ്ഥ വരെ ആയിപ്പോയവരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ റേറ്റ് കുറഞ്ഞ് 500 രൂപ വരെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ നിലവാരം എന്താണ്. അപ്പോൾ താങ്കൾ ഇദ്ദേഹം ഒരു മോശം പറഞ്ഞു, എനിക്ക് സഹോദരൻ നിങ്ങൾ പറയുന്നത് മോശമാണ് എന്ന് പറയാം. നമ്മൾ കയറി വന്നപ്പോൾ താഴെ നിന്ന മനുഷ്യൻ പറഞ്ഞ പോലെ നമുക്ക് പറയാം. ഇതിൽ ഏതാണ് നിങ്ങൾ തന്നെ നമുക്ക് എങ്ങനെയും പറയാൻ കാര്യമില്ല. ആ താഴെ വന്ന് നിൽക്കുന്ന ആ മനുഷ്യൻ മദ്യപിച്ച് മതമത്തിലായിട്ട് അയാൾ പറഞ്ഞതുപോലെ പറയാം. ഞങ്ങൾ ഇതിനെ ആ ഒരു ലെവലിലേ കാണുന്നുള്ളൂ. പക്ഷെ എന്നിരുന്നാലും ഞങ്ങളുടെ സിനിമയെ എവിടെയെങ്കിലും കുറച്ചെങ്കിലും ആൾക്കാരിലെത്താൻ ഇത് സാധിപ്പിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് വേദനയുണ്ട്. കാരണം അത്രയേറെ എഫേർട്ട്, അത്രയേറെ സമയം എല്ലാം കഴിച്ചാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ വേദന ഞങ്ങൾ പറഞ്ഞത്. അല്ല, പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ പറഞ്ഞ റിവ്യൂകളൊന്നും റിവ്യൂ ചെയ്തിരുന്നെങ്കിൽ പടം ഒന്ന് കയറിയേനെ, അല്ലെങ്കിൽ അപ്പോൾ കുറച്ച് കൂടുതൽ ശ്രദ്ധിച്ചേനെ എന്ന് പറഞ്ഞ സിനിമാക്കാരൻ ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ഈ പൊതുവെ നമ്മൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്, പണ്ട് നമ്മൾ ഈ നൊട്ടോറിയസ് എന്നും പോപ്പുലർ എന്നും രണ്ട് വാക്കുകളുണ്ടായിരുന്നു. ഇന്ന് പക്ഷേ നൊട്ടോറിയസ് എന്നതിനും പോപ്പുലർ എന്നതിനും ഒരർത്ഥമാണ്. അപ്പം ഏത് വിധേനയും അത് ചിലപ്പോൾ നെഗറ്റീവായിട്ടായിരിക്കും നമുക്ക് കൂടുതൽ അതിനെപ്പറ്റി ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. പല ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഞാൻ ചില ആളുകൾ ഇതിനെ കാണുന്നത് വളരെ ഇൻട്രസ്റ്റോടു കൂടിയും അത് അവരുടെ ഒരു കരിയർ ഓപ്ഷനായിട്ടും അല്ലെങ്കിൽ അത്രയും താല്പര്യത്തോടുകൂടി കാണുന്ന ഒരു മേഖലയാണ്. നിങ്ങളിപ്പോൾ ഇന്ന് അവിടെ വന്നിരിക്കുന്നത് നിങ്ങളൊരു ട്രൈപോഡും അതിന് വേണ്ട സാമഗ്രികളും അല്ലെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ഒരു ഹോംവർക്കും നടത്തി അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ വായിക്കുകയും അറിയുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് വരുന്നത്. പക്ഷേ എനിക്ക് ഇപ്പോൾ പല ആൾക്കാരും ഞാൻ എല്ലാവരെയും പറയല്ല, ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു ആഴ്ചയിലൊരു 150 രൂപയുടെ ചിലവേ ഉള്ളൂ. 150 രൂപയുടെ ചിലവുണ്ടെങ്കിൽ ഒരു സിനിമ കാണാം, ആ സിനിമയെ പറ്റി നമുക്ക് റിവ്യൂ ചെയ്യാം, അതിൽ നിന്ന് എനിക്ക് വരുമാനം ഉണ്ടാവുന്നെങ്കിൽ അതിലപ്പുറം വലിയൊരു കരിയർ ഓപ്ഷൻ വേറെ ഇല്ല. അത് സിനിമ കാണാൻ 150 രൂപ പോലും ചിലവാക്കാതെ ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കുന്ന ആൾക്കാരുണ്ട്. സിനിമ വരുന്നതിന് മുമ്പേ റിവ്യൂ വരുന്ന സാഹചര്യമുണ്ട്. അപ്പം അങ്ങനെ കാണുന്നവർ ചിലപ്പോൾ നോക്കുമ്പോൾ അവർക്ക് എന്ത് വിധേനയാണ് എൻ്റെ ഇൻകമാണ് എനിക്ക് പ്രയോറിറ്റി. അപ്പോൾ എനിക്ക് ആ പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ നിങ്ങളെ നല്ലത് പറയുന്നത് എനിക്കൊരു കാര്യമില്ലെങ്കിൽ നമ്മളത് ചെയ്യില്ല. അപ്പം നമ്മൾ പലപ്പോഴും ചിലപ്പോൾ പത്രത്തിലാണെങ്കിലും ഫസ്റ്റ് പേജിൽ നമ്മൾ ഒരു നെഗറ്റീവ് ന്യൂസ് ചിലപ്പോൾ കൊടുക്കുന്നത് ചിലപ്പോൾ ആൾക്കാർ അതിലാണ് കൂടുതൽ കുറച്ച് ഷോക്കും കാര്യങ്ങളും ഉണ്ടാവുകയും കാര്യങ്ങളും ചെയ്യുന്ന പോലെ തന്നെ സിനിമയിലും സീരിയലിലും എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ്. ഒരു നെഗറ്റീവ് സാധനം വരുമ്പോൾ ആൾക്കാർ ഭയങ്കരമായിട്ട് ചെയ്യുന്നു. മേ ബി അതായിരിക്കും ഇതിനോടൊക്കെയുള്ള അങ്ങനെ ഒരു ആൾക്കാർക്ക് സ്വീകാര്യത ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും അത് സഹകരിക്കാതിരിക്കാന്ന് പറഞ്ഞാൽ അത് ഇപ്പം ഈ പറഞ്ഞല്ലോ, നമ്മളിപ്പം അങ്ങനെ ആരാണ് ഇപ്പം അങ്ങനെ ഭയങ്കരമായിട്ടത് പാമ്പർ ചെയ്യുന്നതെന്ന് എനിക്ക് വളരെ ചെറിയ ആൾക്കാർ ചെയ്യും. അപ്പം ഞാൻ അതുപോലും ആൾക്കാർ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സിനിമ നമ്മളൊരു ചെറിയ ഇൻഡസ്ട്രിയാണ്. നമ്മളൊരു ചെറിയ ഇൻഡസ്ട്രിയിൽ ഒരു സിനിമ വർക്ക് ആവുക എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്കാണ്. കാരണം നമ്മളുടെ അടുത്ത് വരുന്നത് നമ്മളുടെ സിനിമ മാത്രമല്ല കോമ്പീറ്റ് ചെയ്യുന്നത്, മറ്റ് സംസ്ഥാനങ്ങളിലുള്ള അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെടുന്ന സിനിമകളും ഒക്കെ വരുന്ന സമയത്ത് നമ്മളുടെ കൊച്ചു സിനിമകൾക്ക് അത്രയും മാർക്കറ്റും ഇല്ല. നമുക്കൊരു കേരളം പോലത്തെ ഈ ഒരു ചെറിയ മാർക്കറ്റേ ഉള്ളൂ. അത് ഭേദിച്ചുകൊണ്ട് ഇപ്പോഴാണ് ചില സിനിമകൾ മുന്നോട്ട് പോവുകയും അത് വേറൊരു തരത്തിൽ സ്വീകരിക്കപ്പെടുകയും പലയിടത്തും അത് റീച്ച് കിട്ടുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ അതിനുള്ളൊരു എല്ലാ സിനിമകൾക്കും ആ സാധ്യത ഇവിടെ ഇല്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പലരും ഏത് വിധേനയാണ് എനിക്കിത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് എനിക്കിത് മുകളിലോട്ട് എടുത്ത് വെക്കാൻ പറ്റുക എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. ഇപ്പം പല സിനിമകൾ ഇപ്പം നമ്മൾ ഇതുവരെ കണ്ടപ്പം ഇപ്പോൾ എടുത്തിറങ്ങിയ ഗഗനചാരി എന്ന് പറയുന്ന സിനിമ, അത് നമ്മുടെ സുഹൃത്തുക്കളാണ്. അവർ ഒരു 3 വർഷമായിട്ട് അത് സിനിമ ഇറക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടിയിരുന്ന ഒരു സിനിമയാണ്. അത് വീണ്ടും അത് പൊടിതട്ടിയെടുത്ത് വീണ്ടും റീ എഡിറ്റ് ചെയ്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തവർ വീണ്ടും ഇറക്കുകയും എല്ലാ തരത്തിലുള്ള മാർക്കറ്റിംഗ് സാധ്യതകൾ അവർ ഉപയോഗിച്ചത് അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം അതിപ്പോൾ മറ്റ് സ്റ്റേറ്റ്സിൽ ഇപ്പം തമിഴ്നാട്ടിലും ഒക്കെ അത് റീച്ച് ചെയ്യിക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നു. അപ്പം ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് എങ്ങനെ നമുക്കൊരു റീച്ച് കൂട്ടാൻ പറ്റും, എങ്ങനെ നമുക്ക് കൂടുതൽ ഇൻകം ഉണ്ടാക്കാൻ പറ്റും. കാരണം ഈ ഒരു സിനിമ ഒരിക്കലേ ഉണ്ടാവുള്ളൂ, അതിൻ്റെ വരുമാനം ഒരിക്കലും വൻ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. കാരണം ഒരു സ്റ്റഡി ഉറപ്പായിട്ടുള്ള ഒരു ഇൻകം അതിനകത്തില്ല. സിനിമയ്ക്ക് ഒരു ഉറപ്പെന്ന് പറയുന്ന ഒരു ഇൻകം ഇല്ല. അത് വിജയിച്ചാൽ മാത്രമേ ഉള്ളൂ. അത് എങ്ങനെ ഏത് മുഖേനയും വിജയിപ്പിക്കാൻ ശ്രമിക്കും. പിന്നെ ഈ സിനിമ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരുപാട് നമുക്ക് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഒരുപാട് വിപത്തുകൾ നമുക്കുണ്ട്. അത് ഈ സിനിമയാണെങ്കിലും മറ്റൊരു സിനിമയാണെങ്കിലും അങ്ങനെ ആരെയും കടിക്കുമെന്നില്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം പേടിക്കേണ്ടതില്ല.
അതെ. നമുക്കിപ്പോൾ ഞാൻ 3 സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് മാസ്റ്റർ പീസ് എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത്. അതിനുശേഷം കുട്ടനാടൻ ബ്ലോഗും റോഷാക്കും. ഇതിനു മുമ്പ് പറഞ്ഞല്ലോ, ഒരുപാട് നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ കൊതിച്ചിട്ടുള്ള ഒരു ആക്ടറുടെ ഒപ്പം നമ്മൾ പോയിരിക്കാനും അദ്ദേഹത്തിനൊപ്പം അദ്ദേഹത്തെ കാണുന്നതിന് വലിയ കാര്യമൊന്നും ഒരിക്കലും ജീവിതത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ട് നമ്മൾ കാണാൻ പോലും പറ്റും. അപ്പോൾ അദ്ദേഹത്തിനൊപ്പം കാണുകയും അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്യുകയും അവരുടെ കൂടെ സീനുകൾ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഇതുവരെ ചെയ്തതിൽ നമ്മുടെ എന്താണ് നിങ്ങളുടെ അച്ചീവ്മെൻ്റ് എന്ന് ചോദിക്കുമ്പോൾ കരിയറിൽ എന്താണ് അതിൽ പറയാവുന്ന ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റുകളിലൊന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതും അതിന് വേർത്തിയാവുക എന്നുള്ളതാണ്. അത് നമ്മളുടെ കരിയറിലെ ഗ്രോത്തിനെ മാർക്ക് ചെയ്യുന്ന ഒരു പോയിന്റായിട്ടാണ് ഞാനത് കാണുന്നത്. ഒരുപാട് സന്തോഷമാണ്, ഒരു വലിയ എക്സ്പീരിയൻസ് ആണ് ഇനിയും അദ്ദേഹത്തിനൊപ്പമൊക്കെ വർക്ക്. എന്നാൽ അവരുടെ ഒരു പ്രൊഫഷണലിസം അല്ലെങ്കിൽ അവരുടെ ഒരു അപ്രോച്ച് കാണുമ്പോഴാണ് നമ്മൾ എന്തുകൊണ്ട് അവർ 10-40 വർഷമായിട്ട് അല്ലെങ്കിൽ അതിലേറെയായിട്ട് അതിൽ ഭൂരിഭാഗം സമയവും സൂപ്പർ സ്റ്റാർ ആയിട്ട് അല്ലെങ്കിൽ മെഗാസ്റ്റാർ എന്ന പദവിയോടുകൂടി അത് മുമ്പോട്ട് പോകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഒരു കൺസിസ്റ്റൻസി കാണുമ്പോഴാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുമുണ്ട്, നമ്മളുടെ കാര്യങ്ങൾ ഒരുപാട് നമ്മൾ അൺലേൺ ചെയ്യാനുമുണ്ട്, ഇങ്ങനെയല്ല എന്ന് മനസ്സിലാക്കാനുമുണ്ട്. സോ അതൊരു ഭാഗ്യമാണ്. അത് നമുക്കന്നൊരു ഹെൽമെറ്റ്, നമുക്കൊരു ബൈക്ക് ഓടിക്കുന്ന ഒരു രംഗം വരുന്നത് അപ്പം അന്ന് അദ്ദേഹം ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എല്ലാവരോടും സെൽഫി എടുക്കാൻ നമ്മളത്തേക്ക് പുള്ളി പെടുന്ന ഹെൽമെറ്റ് അങ്ങ് താത്തി അതിനെ എടുത്തോളാൻ പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞ് പിന്നെ അത് പൊക്കി അങ്ങനെ എടുത്തു. അത് പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും ഭയങ്കര ഒരു ആഘോഷമായി. കാരണം അദ്ദേഹത്തിൻ്റെ അങ്ങനത്തെ രസകരമായിട്ടുള്ള ഒരു ഫേസാണ്. അദ്ദേഹത്തിനൊപ്പമുള്ള നമ്മളുടെ കൂടെ നമ്മളുടെ ഒരു വൈബ് അനുസരിച്ച് അദ്ദേഹവും ആ തരത്തിലേക്ക് വരുമെന്നുള്ളതാണ്. അപ്പം ഗൗരവമായിട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ അദ്ദേഹം വളരെ ഗൗരവമായിട്ടിരിക്കുന്നത് കാണാം. എന്നാൽ അതിനോടൊപ്പം തന്നെ ഭയങ്കര സരസമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കാണാം. അപ്പോൾ ആ ഒരു എനർജി എങ്ങനെയാണോ അതിനനുസരിച്ച് അദ്ദേഹം ബിഹേവ് ചെയ്യുന്നതാണ്. സോ അതായത് ഭയങ്കര രസകരവും എൻജോയബിളുമാണ്. എൻ്റെ അടുത്തത് ഇനി വരുന്നത് നജീം കോയ ഡയറക്റ്റ് ചെയ്യുന്ന ഓഗസ്റ്റ് സിനിമയുടെ ബാനറിൽ ഡിസ്നി ഹോട്ട്സ്റ്റാറിന് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വെബ് സീരീസാണ്. അത് 1000 Babies എന്ന് പറഞ്ഞിട്ട് നീന ഗുപ്ത, റഹ്മാൻ, ഞാൻ പിന്നെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ആദിൽ ഇബ്രാഹിം ഉണ്ട്, ഷാജു ചേട്ടനുണ്ട്. അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് ചെയ്യുന്ന ഒരു വെബ് സീരീസാണ്. അത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അതൊരു മേ ബി ഒരു ഓണത്തിന് മുമ്പായിട്ടത് OTT-യിൽ അതിൻ്റെ ഇതുണ്ടാവും. പിന്നെ അജയൻ്റെ 2ാം വർഷം ഇറങ്ങാനുണ്ട്. പിന്നെ കൃഷാന്ത് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സോണി ലിവിന് വേണ്ടിയിട്ടൊരു വെബ് സീരീസ് സംഭവകരണം 4 സംഘം എന്ന് പറഞ്ഞിട്ട് അതും ഇങ്ങനെ കഴിഞ്ഞു നിൽക്കുന്നു. 3 തവണ വരുന്ന പരിപാടി. അല്ല, എന്താന്ന് വെച്ചാൽ ആ കഥയുടെ പശ്ചാത്തലത്തിൽ ഇപ്പം ഇതൊരു യഥാർത്ഥ സംഭവത്തിൽ നിന്ന് ബേസ് ചെയ്ത് എടുത്താണ് ഇതിൻ്റെ ഒരു ത്രെഡ്. രണ്ടാമത് ആ ത്രെഡ് ഒരു കൊമേഴ്ഷ്യലി ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഒരു സംഭവം ഒരു തോട്ട് ആലോചിച്ചപ്പോൾ ആ തോട്ടും ശരിക്കും കാസർഗോഡ് നടന്ന ഒരു സംഭവമാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കാസർഗോഡുകാരനാണ്. അപ്പം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കേട്ട കഥകൾ, അതായത് ഞാൻ കേട്ട കഥകളിൽ നിന്ന് ഒരു കഥയാണ് ആ സെക്കൻഡ് ഹാഫിൽ പറഞ്ഞിരിക്കുന്ന കഥ. അപ്പം അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് അതുകൊണ്ട് ആ പശ്ചാത്തലം ഏറ്റവും ബെസ്റ്റായിട്ട് കാസർഗോഡിന് ആ കഥ അനുയോജ്യമാവുമെന്ന് തോന്നിയുകൊണ്ട് അവിടെ ചെയ്യുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഉൾഗ്രാമം അത്രയും ഇതായിട്ട് കാണിക്കാൻ പറ്റുന്ന കാലഘട്ടവും ഒരു പ്രശ്നമുണ്ട്. 2005 നടക്കുന്ന ഒരു കഥയാണ്. പക്ഷെ ഇപ്പം നമുക്ക് എവിടെയും ഒരു ഫ്രെയിം കൊണ്ട് 2005 ആണെന്ന് കൊണ്ടൊന്നും കാണിക്കാൻ പറ്റില്ല. എല്ലായിടത്തും മൊബൈൽ ടവറുകളും വണ്ടികളും ഒക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്. കാസർഗോഡ് നിന്നൊരു 10-50 കിലോമീറ്റർ ദൂരെയുള്ള ഒരു കർണാടക ബോർഡറിൽ കന്നഡ ഭാഷയും തുളുവും സംസാരിക്കുന്ന ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അവിടെ ഇപ്പോഴും 2005 പോലെയൊക്കെ തന്നെ ഇരിക്കും.